ഹലോ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ അതെങ്ങനെ യൂസ് ചെയ്യാം, ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള കമാൻഡ്സ് ഒക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, നമ്മൾ ലിബർ ഓഫീസ് റൈറ്ററിൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്തു. അത് നമുക്കിങ്ങനെ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഓഫീസിൽ നിന്ന് നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാം. ക്ലിക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പം നെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാരഗ്രാഫ്സൊക്കെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം, അതുമൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഹിയർ ഐ എം ഗോയിങ് ടു കോപ്പി ദിസ്, ഈ ഒരു സെക്ഷൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇടുകയാണ്. അങ്ങനെ അതേ രീതിയിൽ അവിടെ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഈവൻ നമുക്കതിൻ്റെ അതിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പും ഫോണ്ടിൻ്റെ ഫേസ് അല്ലെങ്കിൽ ടൈപ്പ് അതൊക്കെ നമുക്ക് സെയിം എന്താണോ നമ്മൾ കോപ്പി ചെയ്തത് അതന്നെ നമുക്ക് ഇവിടെയും കിട്ടും. പിന്നെ ഈവൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫോമാറ്റിംഗ്, ഓക്കെ, ഫോണ്ട്സ്, നമ്മളെ ടെക്സ്റ്റ് സ്റ്റൈലിംഗ് എന്ന് പറയും. ടെക്സ്റ്റിനെ നമ്മൾ ബോൾഡ് ആക്കലും ഇറ്റാലിക്സ് ആക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇറ്റാലിക്സിൽ കാണും. ഇതൊക്കെ അവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായത്, ഇവിടെ എങ്ങനെയാണ് നമ്മളെ വെബ് പേജിൻ്റെ അകത്ത് എങ്ങനെയുണ്ടായത് അതേ രീതിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്കിത് സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് മെനു ബാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഐ ഷോ യു. യു ഹാവ് മെനു ബാർ. ഓക്കെ, ഏറ്റവും മുകളിൽ കാണുന്നത് മെനു ബാറാണെന്ന് പറഞ്ഞു. വാട്ട് യു സീ ഓവർ ഹിയർ, എൻ്റെ കേഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഭാഗത്തൂടെ. ആ പെർട്ടിക്കുലർ സെക്ഷനാണ് മെനു ബാർ എന്ന് പറയുന്നത്. മെനു ബാറിൽ എല്ലാ മെനൂസും കമാൻഡ്സാണ് ആക്ച്വലി ഉണ്ടാവുക, അല്ലേ? എല്ലാ മെനൂസും കമാൻഡ്സ് ഉള്ള എല്ലാ മെനൂസും ഇവിടെ കാണാം. ഫയൽ മെനു, എഡിറ്റ് മെനു, വ്യൂ മെനു, ഇൻസേർട്ട് മെനു, ഫോമാറ്റ് മെനു, ടേബിൾ മെനു, ടൂൾസ് മെനു, അങ്ങനെ എല്ലാ മെനൂസും അവിടെ കാണാം. അതാണ് മെനു ബാർ. പിന്നെ ദെൻ യു ഹാവ് സെക്കൻഡ് ബാർ ഇസ് കോൾഡ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. നെക്സ്റ്റ് കാണുന്നത് ഈ കാണുന്നത് ഞാൻ എൻ്റെ കേഴ്സർ ഇപ്പം മൂവ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പല കമാൻഡ്സും നമുക്കിങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കിട്ടും. ഓക്കെ, ഈ മെനുവിലുള്ള കമാൻഡ്സ് തന്നെയാണ്, ഈ പറയുന്ന മെനു ബാറിലുള്ള കമാൻഡ്സ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൂൾ ബാറിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അതിനാണ് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. സ്റ്റാൻഡേർഡ് കമാൻഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് കോൾഡ് ഫോമാറ്റിംഗ് ടൂൾ ബാർ, അടുത്ത സെക്ഷൻ. അതിപ്പോൾ ഇപ്പോൾ എൻ്റെ കേഴ്സർ മൂവ് ചെയ്യുന്നുണ്ടോ, ഇതാണ് ഫോമാറ്റിംഗ്. നമ്മൾ ടെക്സ്റ്റ് ഫോമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല കമാൻഡ്സും, ടെക്സ്റ്റ് ഫോമാറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ ഈ ബാറിൽ കാണാം. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ഫോമാറ്റിംഗ് ടൂൾ ബാർ. പിന്നെ ഏറ്റവും മുകളിൽ കിടക്കുന്നതിന് ടൈറ്റിൽ ബാർ. അതായത് ഇപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് 2 ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ആ പേരുണ്ടല്ലോ, അതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഈ അൺടൈറ്റിൽഡ് 2 എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്ന ഒരു പേരാണ്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സേവ് ചെയ്യുമ്പം യു ക്യാൻ സേവ്. ഓക്കെ, സേവ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മെനു ബാറിലുള്ള ഫയൽ മെനുന്ന് സേവ് എടുത്തിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്ന് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. അങ്ങനെ ഏതാണോ എളുപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഞാനിവിടെ സേവ് ചെയ്യുമ്പോൾ 5th സെമ്മിൻ്റെ അകത്ത്, ഓപ്പൺ കോഴ്സിൻ്റെ അകത്ത്, ലിബർ ഓഫീസിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യട്ടെ, റൈറ്റർ. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ് എൻ്റെ ഡോക്യുമെൻറ്റിന്. എന്നിട്ട് ഞാൻ സേവ് കൊടുക്കുകയാണ്. ഓക്കെ,
അങ്ങനെ സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ആ ടൈറ്റിലിൽ മാറ്റം വന്നു, അതിൻ്റെ പേരിൽ മാറ്റം വന്നു. നേരത്തെ അൺടൈറ്റിൽഡ് 2 എന്നായിരുന്നല്ലോ ഉണ്ടായത്. ഇപ്പം ഫസ്റ്റ് അണ്ടർസ്കോർ ഡോക്ക് ഡോട്ട് ഒ ഡി ടി എന്ന് പറയുന്ന പേര് വന്നു. ഒ ഡി ടി എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് ബൈ ഡീഫോൾട്ട് ലിബർ ഓഫീസ് റൈറ്റർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് കൊടുക്കുന്ന എക്സ്റ്റൻഷൻ ഓഫ് ദി ഫയൽ. ഓക്കെ, ഫയൽസിനൊക്കെ എക്സ്റ്റൻഷൻ ഉണ്ടാവും. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന മിക്കവാറും എല്ലാ ഫയൽസിനും എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ഈ ലിബർ ഓഫീസ് റൈറ്റർ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിന് ബൈ ഡീഫോൾട്ട് കൊടുക്കുന്ന എക്സ്റ്റൻഷനാണ് ഡോട്ട് ഒ ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. യു വിൽ സീ ദാറ്റ് ഓവർ ദെയർ. 5th സെമ്മിൽ ഓപ്പൺ കോഴ്സിൻ്റെ അകത്ത്, ലിബർ ഓഫീസിൻ്റെ അകത്ത്, റൈറ്ററിൻ്റെ അകത്ത് ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അത് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. സോ ദിസ് ഇസ് ദ വൺ, റൈറ്റ്? ഓക്കെ, സോ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അതിനകത്ത് മോഡിഫൈഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഈ ഡോക്യുമെൻ്റ് അകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ സേവ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഡിസേബിൾഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് നടത്തിയെന്ന് വെച്ചോ. സി ഐ ഹാവ് ആഡഡ് എ ന്യൂ ലൈൻ. ഓക്കെ, ആൻഡ് ഐ പുട്ട് സം ക്യാരക്ടേഴ്സ് ഇൻ ടു ഇറ്റ്. അങ്ങനെ ആകുമ്പോൾ യു ക്യാൻ സീ ദി സേവ് ബട്ടൺ ഹാസ് ബിക്കം എനേബിൾഡ്. ഓക്കെ, സോ ഐ ക്യാൻ സേവ് അഗെയിൻ. ഇനി സേവ് ചെയ്യുമ്പം പേര് ചോദിക്കില്ല, ബിക്കോസ് ഓൾറെഡി ഐ ഹാഡ് ഗിവൺ എ നെയിം to the document, so the writer does not ask for name. So any save ചെയ്യുമ്പോൾ പേര് ചോദിക്കില്ല. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ തിങ്ക് ഐ ഹാവ് ഡിസ്കസ് അബൌട്ട് ദിറ്റ്, ബട്ട് സം ഓഫ് യു മേ നോട്ട് ബി പ്രസൻറ്റ്. നിങ്ങൾക്കതിപ്പം നോക്കി പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു സേവിങ് തന്നെ നമുക്ക് ഇപ്പം ഡോട്ട് ഒ ഡി ടിയിലാണ് സേവ് ചെയ്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫയൽ ഫോമാറ്റിലൊക്കെ സേവ് ചെയ്യാം. ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒ ഡി ടി ഫോമാറ്റ് ലിനക്സിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ലിനക്സിലും ചിലപ്പോൾ ഇറ്റ് മേ ഓപ്പൺ ഇൻ വിൻഡോസ് ഓൾസോ, ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ഫോമാറ്റ് അവിടെ, നമ്മൾ ഉദ്ദേശിച്ച ഫോമാറ്റിംഗ് അവിടെ കിട്ടണമെന്നില്ല. വിൻഡോസ് പ്രിഫറബിളി അവരുടെ പ്രിഫറൻസ് കൂടുതലും ഡോക്ക് ഫോമാറ്റിലാണ് വേണ്ടത്. ഓക്കെ, ഡോക്ക് എക്സ്, ഡോക്ക് എന്നെല്ലാം പറഞ്ഞ ഫോമാറ്റിൽ. സോ അത് വിൻഡോസിൻ്റെ ഏതെങ്കിലും ഫോമാറ്റിലോട്ട് മാറ്റണം. സോ ഹിയർ ഐ എം സെലക്ടിങ് ഡോക്ക് എക്സ് or I can select doc, ഏതായാലും. ഓക്കെ, സോ ഡോക്കിലോട്ട് ഞാൻ ഡോക്ക് എന്ന് പറഞ്ഞ ഫോമാറ്റ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ബൈ വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞൊരു റൈറ്റർ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന ഫോമാറ്റാണ് ഡോക്കും ഡോക്ക് എക്സും അങ്ങനെയൊക്കെ ഉള്ളത്. സോ അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് സേവ് ആസ് കൊടുത്തിട്ട് I'll show you once more. ഇവിടെ ഫയൽ സേവ് ആസ്. ഓക്കെ, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹിയർ യു ക്യാൻ, ഇപ്പോൾ പേരിങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, ഫസ്റ്റ് അണ്ടർസ്കോർ ഡോക്ക്. ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ഓൾ ഫോമാറ്റ്സ് എന്ന് പറയുന്ന ഇതൊരു ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് എ ഡയലോഗ്. ഈ ചെറിയ കുഞ്ഞു വിൻഡോ ഉണ്ടല്ലോ, അതിന് ഡയലോഗ് ബോക്സ് എന്ന് പറയും, ഡയലോഗ് വിൻഡോ എന്ന് പറയാം. ഓക്കെ, ആ ഡയലോഗ് വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ ഫോമാറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഡോക്കാണ് സെലക്ട് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് 97 2003 അതാണ് ഡോക്ക്. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്ത് എന്നിട്ട് സേവ് കൊടുത്ത്. ഓക്കെ, സോ ഇറ്റ് ആസ്ക്സ് ദിസ് ഡോക്യുമെൻറ്റ് മേ കണ്ടെയ്ൻ ഫോമാറ്റിംഗ് ഓർ കണ്ടന്റ് ദാറ്റ് കനോട്ട് ബി സേവ്ഡ് ഇൻ ദ കറൻ്റ്ലി സെലക്റ്റഡ് ഫയൽ ഫോമാറ്റ്. ഇത് സോ ഇറ്റ് ആസ് എന്തോ ഇൻകമ്പാറ്റിബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണ്. യെസ്, ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചിലതൊക്കെ മിസ്സിങ് ആയിട്ട് മറ്റതിനകത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് സേവ് ചെയ്യണം. സോ ഐ എം സേവിങ് യൂസ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, യൂസ് മൈക്രോസോഫ്റ്റ് വേർഡ് തന്നെ കൊടുക്കുക. ആ ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും ആ ഫോൾഡറിൽ പോയി നോക്കുമ്പം യു ക്യാൻ സീ ന്യൂ ഡോക്യുമെൻറ്റ് ആൻഡ് ന്യൂ ഫയൽ ക്രിയേറ്റഡ് ഇൻ ദിസ് ഫോൾഡർ. സോ ഞാനിപ്പം സേവ് ആസ് വെച്ചിട്ട് കൊടുത്തല്ലോ ഒരു പുതിയൊരു ഡോക്യുമെൻറ്റ് അല്ല ആക്ച്വലി. ഐ ഓൺലി ചേഞ്ച് ദ ഫോമാറ്റ്. സോ ആ ഫോമാറ്റ് ചേഞ്ച് ചെയ്തിട്ടും പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വന്നു. ഡോക്ക് എന്ന് പറയുന്നൊരു ഫോമാറ്റ് ഞാൻ സെലക്ട് ചെയ്തു അവിടെ. സോ സെയിം ഡോക്യുമെൻറ്റ് ഡോക്കിലേക്ക് മാറി, ഡോക്ക് ഫോമാറ്റിലോട്ട് സേവ് ചെയ്ത് വന്നു. പക്ഷേ മറ്റേ ഡോക്യുമെൻറ്റ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ് ഡസൻ അണ്ടർഗോ എനി ചേഞ്ച്, ഇറ്റ് ഡസൻ ഗെറ്റ് ഡിലീറ്റഡ്, ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ. അതിൻ്റെ കൂടെ തന്നെ ഡോക്ക് ഫോമാറ്റിൽ ഒരു ഫയലും കൊടുത്തു. ഇത് നിങ്ങൾക്കിപ്പം വേർഡ്
ഫോമാറ്റ് മാത്രം അല്ലെങ്കിൽ വേർഡ് ഇത് മാത്രമേ തുറക്കുള്ളൂ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ഇതിൽ സെൻഡ് ഈ ഒരു ഫോമാറ്റ് ഈ ഒരു ഫയൽ സെൻഡ് ചെയ്യണം. അങ്ങനെ യു ക്യാൻ യൂസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇനി വേറൊരു ഫോമാറ്റാണ് PDF എന്ന് പറഞ്ഞ ഫോമാറ്റ്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റ് എന്ന് പറയും. ഈ ഒരു ഫോമാറ്റ് സാധാരണ എല്ലായിടത്തും കാണും. ഇത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റിന് പേര് വരാൻ കാരണം തന്നെ പോർട്ടബിൾ, അത് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു മാറ്റങ്ങളും ഇല്ലാതെ അതിൻ്റെ കണ്ടൻറ്റ് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് ലിനക്സിലായാലും വിൻഡോസിലായാലും മൊബൈൽ ഫോണിലായാലും ഏത് സ്ഥലത്തായാലും നമുക്ക് ആ ഫയലിലൊരു മാറ്റം വരാതെ ആ ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിന് നമ്മൾ എന്താണോ സ്റ്റൈലിങ് കൊടുത്തത്, നമ്മൾ എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് ഫോമാറ്റിങ് കൊടുത്തത്, അതന്നെ നമുക്ക് എല്ലായിടത്തും കാണാം. എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്കത് കാണാൻ പറ്റും. അതാണ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റ്. അതോട്ട് മാറ്റിലേക്ക് ജസ്റ്റ് ഈ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൻ്റെ അകത്ത് PDF എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. ആ ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സെയിം ഫോൾഡറിൽ തന്നെ ഞാനത് സേവ് ചെയ്യാണ്. റൈറ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ പേര് നിങ്ങൾ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ _document പേര് വരും. എന്നിട്ട് ഞാനിവിടെ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ വന്നു പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോമാറ്റിൽ നിന്ന്. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ആസ് PDF ഉണ്ടല്ലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ഇങ്ങനെയും കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഓൾറെഡി എക്സിസ്റ്റ് യു വോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നുകിൽ ഈ PDF എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ആസ് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് PDF ഓപ്ഷൻ ഉണ്ട്. PDF ആക്കണ്ടെങ്കിൽ യു ഹാവ് ടു സേവ് ആസ് കൊടുത്താൽ പോരാ. യു ഹാവ് ടു യൂസ് ദിസ് പർട്ടിക്കുലർ ഐക്കൺ ഓർ യു ക്യാൻ യൂസ് മെനു ബാറിലെ ഫയൽ മെനുവിൻ്റെ അകത്തുള്ള എക്സ്പോർട്ട് ആസ് PDF. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ദെൻ ദാറ്റ്സ് അബൌട്ട് ബേസിക് കമാൻഡ്. ഇനിയല്ല നമ്മൾ ഇനി വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സെലക്ടിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുക. ഇങ്ങനെയൊക്കെ നമുക്ക്, അതായത് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, മൂവ് ചെയ്യുക. അതാണ് ആ പ്രൊസീജിയർ. ആദ്യം സെലക്ട് ചെയ്യും, പിന്നെ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് സെലക്ട് ചെയ്യും, എന്നിട്ടത് കോപ്പി ചെയ്യും, എന്നിട്ട് we will move it to another location inside the document or some other document also. Maybe some other, you wanted to copy it from here and you wanted to save it to some other document. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? സോ ദാറ്റ്സ് വാട്ട് we are going to discuss now. സോ സെലക്ഷന് വേണ്ടിയിട്ട് മൗസ് യൂസ് ചെയ്യണം. ഓക്കെ, സോ മൗസ് യൂസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എവിടെയാണോ കൊണ്ടുപോയിട്ട് സെലക്ഷൻ നിർത്തേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അത് വെച്ചാണ് സെലക്ഷൻ നടത്തുക. അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണോ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് എവിടെയാണോ സെലക്ഷൻ നിർത്തേണ്ടത് അവിടെ എനിക്ക് നിർത്തേണ്ടത് അവിടെ വെച്ചിട്ട് റിലീസ് ചെയ്യാം. ലെഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ അമർത്തി പിടിച്ചിട്ടല്ലേ ഉള്ളത്, അത് റിലീസ് ചെയ്ത് സെലക്ഷനായി. എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക്. എന്നിട്ട് കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ആ കണ്ടൻറ്റ് കാണില്ല. പിന്നെ കോപ്പി ചെയ്യാന്ന് വെച്ചാൽ കണ്ടൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും. കോപ്പി ചെയ്തിട്ട് എനിക്ക് വേറെ എവിടെയും കൊണ്ടിടാം. ഞാൻ കട്ടും കോപ്പിയും തമ്മിൽ വ്യത്യാസമുള്ളതാണ്. കട്ട് ചെയ്ത് ആ കണ്ടൻറ്റ് അവിടെ കാണില്ല. ഓക്കെ, കട്ട് ചെയ്ത് എനിക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വെറുതെ ഈ കോമ്പിനേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്. കൺട്രോൾ കീയും Z കീയും ഒരുമിച്ച് യൂസ് ചെയ്യാം. കൺട്രോൾ Z അങ്ങനെ ആകുമ്പം കൺട്രോൾ Z യൂസ് ചെയ്താൽ ആക്ച്വലി അൺഡൂയിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ,
ഞാൻ നേരത്തെ എന്താണോ ചെയ്തത് അതെനിക്ക് ചെയ്തത് അബദ്ധമായി പോയി എന്ന് തോന്നിയിട്ട് ഞാനത് അൺഡു ചെയ്യാം. ദെൻ യു ക്യാൻ പ്രസ് കൺട്രോൾ ആൻഡ് സെഡ്, അത് രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്താൽ യു ബി ഏബിൾ ടു അൺഡു വാട്ട് യു ഹാവ് ഡൺ. ഓക്കെ, അങ്ങനെ ഒന്നുകിൽ അങ്ങ് കൺട്രോൾ ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഞാനിപ്പം കർസർ വെച്ച ബട്ടൺ അത് യൂസ് ചെയ്യാൻ പറ്റും. അൺഡു ബട്ടണാണ്. പിന്നെ ഇതൊക്കെ ചെയ്തത് ഞാനിപ്പോൾ ചെയ്തത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡു പറ്റും. അങ്ങനെ നമുക്കതെല്ലാം ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ആണല്ലോ. സെലക്ഷൻ ഞാൻ വന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഇങ്ങനെ ഇപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാൻ ഇങ്ങനെ മൗസ് വെച്ചിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച്, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാണ് മൗസ്. എന്നിട്ട് അങ്ങനെ എനിക്ക് മുഴുവനായിട്ട് എവിടെയാണോ എനിക്ക് സെലക്ഷൻ വെക്കേണ്ടത് അവിടെ വെച്ച് ഞാൻ സെലക്ഷൻ ബട്ടൺ റിലീസ് ചെയ്യും. ദാറ്റ് ഇസ് വൺ. ഇനി വേറെ ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു വാണ്ടഡ് ടു സെലക്ട് ഓൺലി വൺ വേർഡ്, അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മൗസ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈസി ടെക്നിക്സ് ഫോർ ഇറ്റ്. ഓക്കെ, സിംഗിൾ വേർഡ് സെലക്ഷന് വേണ്ടിയിട്ട് യു ജസ്റ്റ് ഗിവ് എ ഡബിൾ ക്ലിക്ക്. ഓക്കെ, സിംഗിൾ വേർഡ് സെലക്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ അതാ ചെയ്യാൻ പോകുന്നത്. വാട്ട് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ, ഐ എം ഗോയിങ് ടു ഗിവ് എ ഡബിൾ ക്ലിക്ക്. സോ ഐ പ്ലേസ് ദി cursor ഓൺ ദ പെർട്ടിക്കുലർ ആ വേർഡിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഞാൻ കഴ്സർ വെച്ചിട്ടുണ്ട്. വാട്ട് എന്ന് പറഞ്ഞ വേർഡിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കഴ്സർ കൊണ്ടുപോയിട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ഗിവ് എ ഡബിൾ ക്ലിക്ക്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്തു. അതായത് ലെഫ്റ്റ് ബട്ടൺ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ 2 പ്രാവശ്യം കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഗ്യാപ്പില്ലാണ്ട് ക്ലിക്ക് ചെയ്യണം. ഒരു ക്ലിക്ക് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞല്ല അടുത്ത ക്ലിക്ക് വേണ്ടത്. യു ഷുഡ് ഗിവ് എ ക്ലിക്ക് വിതൗട്ട് ഗിവിങ് എ ഗ്യാപ്പ്. അങ്ങനെ ഡബിൾ ക്ലിക്ക് ഒന്നുകൂടി ഞാൻ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തു. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ. ഇവിടെ കാണാം ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ഹെൽപ്പ് ഇൻ സിംഗിൾ വേർഡ് സെലക്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ക്ലിക്ക് ചെയ്യാം. സെൻറ്റൻസ് സെൻറ്റൻസ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ വാട്ട് ഇസ് എ പാരാഗ്രാഫ് എന്ന് പറയുന്നത് സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസ് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു വാട്ട് ഷുഡ് ഐ ഡു. ഐ ഷുഡ് ഇവിടെ കാണും. ഐ ഷുഡ് ഗിവ് എ ട്രിപ്പിൾ ക്ലിക്ക്. സെൻറ്റൻസ് ക്ലിക്ക് വേണ്ടിയിട്ട് ട്രിപ്പിൾ ക്ലിക്ക് കൊടുക്കാം. ഐ ഷുഡ് ഗിവ് എ ട്രിപ്പിൾ ക്ലിക്ക്. ഐ എം ഗോയിങ് ടു ഗിവ് എ ട്രിപ്പിൾ ക്ലിക്ക്. സോ ഐ എം ഗോയിങ് ടു ഗിവ് എ ട്രിപ്പിൾ ക്ലിക്ക്. ഇപ്പോൾ ഞാൻ കഴ്സർ ഈ ജസ്റ്റ് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കൊണ്ടുപോയി വെച്ചു. ആ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ട്രിപ്പിൾ ക്ലിക്ക് കൊടുക്കുകയാണേ. 1 2 ഒന്നുകൂടി ചെയ്യാം. 1 2 3. ഓക്കെ, വേക്കൻസി ആ ട്രിപ്പിൾ ക്ലിക്ക് കൊണ്ട് തന്നെ ആ മുഴുവൻ സെൻറ്റൻസും നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ഒന്നുകൂടി ഞാൻ ചെയ്യാം. ഞാൻ കഴ്സർ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ട്രിപ്പിൾ ക്ലിക്കാൻ പോകണേ. 1 2 3. ഓക്കെ, അങ്ങനെ മുഴുവനും അത് ആ സെൻറ്റൻസ് മുഴുവൻ കിട്ടും. സോ ദിസ് ഇസ് ട്രിപ്പിൾ ക്ലിക്ക്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പിയോ കട്ടോ എന്തോ ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ഒന്നുകൂടി ക്ലിക്കാണ്. 1 2 3. എന്നിട്ട് ഞാൻ കോപ്പി ചെയ്യാണ്. ആ പെർട്ടിക്കുലർ സെലക്ഷൻ ചെയ്ത് അതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് പറഞ്ഞെടുത്ത് പിന്നെ എവിടെയാണോ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഇവിടെ അവസാനം കൊണ്ട് പേസ്റ്റ് ഇവിടെ കൊണ്ട് ചേർക്കാൻ. അതിന് വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് യൂസ് പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയോ കാണിക്കാം. ഞാനിവിടെ ഇവിടെ പേസ്റ്റ് കൊടുക്കുകയാണ്. പേസ്റ്റ് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് വെച്ചിട്ട് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ദർ ഇസ് എ ഷോർട്ട് കീ ഫോർ ഇറ്റ്, Ctrl+C ആൻഡ് Ctrl+V. അതായത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C യൂസ് ചെയ്യാം.
പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ജി യൂസ് ചെയ്യാം. ഓക്കെ, ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഞാൻ പറയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്ലിക്ക് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് മുഴുവനായിട്ട് കോപ്പി അല്ലെങ്കിൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. 1 2 3 ഓക്കെ, സെലക്ട് ചെയ്തു. എന്നിട്ട് ഒന്നെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി അല്ലെങ്കിൽ കട്ടോ എന്തോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ സി എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. കൺട്രോളും സിയും ഓക്കെ, ഷോർട്ട് കട്ട് കീ കോമ്പിനേഷൻസ് ആണ് അതൊക്കെ. അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യേണ്ടെങ്കിൽ യൂഷ്വലി അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യും. കൺട്രോൾ സി വെച്ചിട്ടാണ് കോപ്പിങ് നടത്തുക. കൺട്രോൾ സി, ഇപ്പം ഞാൻ കോപ്പി ചെയ്തു കൺട്രോൾ സി വെച്ചിട്ട്. എന്നിട്ട് എവിടെയാണോ എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കൺട്രോൾ വി എന്ന് പറയുന്ന ആ കീ കോമ്പിനേഷൻ വെച്ചിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ റൈറ്റ് ബട്ടൺ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ വെച്ചിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. കൺട്രോൾ വി എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഓക്കെ, ഫൈൻ. ഇനി അതുപോലെ തന്നെ സേവ്, ഞാൻ പറഞ്ഞല്ലോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൺട്രോൾ എസ് എന്ന് പറയുന്നൊരു കീ കോമ്പിനേഷൻ ഉണ്ട്, കൺട്രോൾ എസ്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? കൺട്രോൾ സി, കൺട്രോൾ വി, കൺട്രോൾ എസ് എന്ന് പറഞ്ഞ 3 കീ കോമ്പിനേഷൻസ് പഠിക്കുകയാണ്. കൺട്രോൾ കീ നിങ്ങളെ ലാപ്ടോപ്പോ നിങ്ങളെ സിസ്റ്റത്തിൻ്റെയോ കീബോർഡിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞ കീയും സി എന്ന് പറഞ്ഞ കീയും രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൺട്രോളും വി എന്ന് പറഞ്ഞ കീയും ഒരുമിച്ച് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾ എസ് എന്ന് പറഞ്ഞ കീ കോമ്പിനേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സേവ് എ ഡോക്യുമെൻറ്റ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ ബട്ടണിലേക്ക് ഇങ്ങനെ മൗസ് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യേണ്ടിയെന്ന് ആവശ്യമില്ല. ജസ്റ്റ് കൺട്രോൾ എസ് എന്ന് പറഞ്ഞ കീ കോമ്പിനേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഫൈൻ. ഇനി ലെറ്റ് മീ സേ, ഇനി പാരാഗ്രാഫ് സെലക്ഷന് വേണ്ടിയിട്ട്, സോ നമ്മൾ സെൻറ്റൻസ് വേണ്ടിയിട്ട് ട്രിപ്പിൾ ക്ലിക്ക് എന്ന് പറഞ്ഞു. ഒരു പാരാഗ്രാഫ് സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കാം. സോ ഇതൊരു പാരാഗ്രാഫാണ് അല്ലേ, ലൈക്ക് ദിസ് ഈസ് എ പാരാഗ്രാഫ്. ഇത് ഞാൻ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ഷൻ ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. അല്ലാതെ പാരാഗ്രാഫ് സെലക്ട് ചെയ്യാൻ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് സേസ് 4 times in a row, ക്ലിക്ക് 4 times in a row. സോ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 1 2 3 4 ഇല്ല, 1 2 3 4 ഓക്കെ. സോ 4 times ഞാൻ കണ്ടിന്യൂസ് ഒരു വലിയ ഗ്യാപ്പൊന്നും വിടാതെ ഞാൻ ക്ലിക്ക് ചെയ്ത് നേരം എന്ത് സംഭവിച്ചു, ആ മുഴുവൻ പാരാഗ്രാഫും എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടി. അല്ലെങ്കിൽ ഞാൻ ഈ മൗസിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരണ്ടേ. വലിയ പാരാഗ്രാഫൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ ബുദ്ധിമുട്ടും അങ്ങനെ ഡ്രാഗ് ചെയ്തിടാനില്ല. എൻ്റെ കൈക്ക് കുറച്ച് സ്ട്രെയിനുമാണ് ആക്ച്വലി. കൈക്കും എൻ്റെ ഷോൾഡറിനൊക്കെ ഇച്ചിരി സ്ട്രെയിൻ വരും ഇങ്ങനെ മൗസ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ. സോ ഐ ക്യാൻ ഡു 1 2 3 4 ഓക്കെ. ആൻഡ് ദിസ് വൺ, ഈ പാരാഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. 1 2 3 4 ഓക്കെ, കണ്ടോ 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ മൊത്തം പാരാഗ്രാഫ് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് മൾട്ടിപ്പിൾ സെലക്ഷൻസ്. എനിക്ക് ഒരു പെർട്ടിക്കുലർ പാരാഗ്രാഫിൻ്റെ അകത്ത് പല സ്ഥലത്തൊന്നും എനിക്ക് സെലക്ഷൻ വേണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു പാരാഗ്രാഫിൻ്റെ അകത്ത് കണ്ടിന്യൂവൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് സെലക്ട് ചെയ്തു, പിന്നെ സിമ്പത്തൈസ് സെലക്ട് ചെയ്തു, ഇൻഡീഡ്, ടേക്കൺ, നൗ, യു, ഹിം, ട്രീസ്, ഈ പല വേർഡ്സും ഞാൻ സെലക്ട് ചെയ്യണം. കണ്ടിന്യൂസ് സെലക്ഷൻ അല്ല, അത് മൾട്ടിപ്പിൾ സെലക്ഷൻസ് പറയും. അങ്ങനത്തേന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഹോൾഡ് ഡൗൺ കൺട്രോൾ ബട്ടൺ വൈൽ ക്ലിക്കിങ്. അത് നമുക്ക് നോക്കാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വേർഡ് എനിക്ക് സെലക്ട് ചെയ്യണം, ടോപ്പിക് എന്ന് പറഞ്ഞ വേർഡ്. സോ ഐ ആം ഡൂയിങ് ഡബിൾ ക്ലിക്ക്, എന്നിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ബട്ടൺ. എന്നിട്ടത് മാറ്റരുത്. എന്നിട്ട് ഞാൻ സിമിലർ എന്ന് പറഞ്ഞ വേർഡും എനിക്ക്
സെലക്ട് ചെയ്യണം. സോ കൺട്രോൾ കീ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണേ. എന്നിട്ട് സിമിലർ എന്ന വേർഡിൻ്റെ മുകളിൽ പോയിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ രണ്ട് ക്ലിക്ക് ചെയ്യും, 2 ക്ലിക്സ്. ഓക്കെ, എന്നാൽ ഇപ്പോഴും ഞാൻ കൺട്രോൾ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണേ. ഇനി ഞാൻ തിസിസ് എന്ന് പറഞ്ഞ അത് ആ വേർഡ് അത് ഞാൻ സെലക്ട് ചെയ്യണേ. അതിന് വേണ്ടി ഞാൻ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന്. സോ യു ക്യാൻ സി ഞാൻ ഇപ്പോഴും കൺട്രോൾ എന്ന് പറയുന്ന കീബോർഡിലെ കീ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണേ. ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോഴും പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണേ, പാരാഗ്രാഫ്സ്. ഓക്കെ, ഇനി ഇത് മുഴുവനായിട്ട് എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഗിവ് കൺട്രോൾ സി എന്ന് പറയുന്ന ആ ഷോർട്ട് കട്ട് കീ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. കൺട്രോൾ സി പ്രസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സെലക്ഷൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കോപ്പി പറഞ്ഞു കൊടുത്താൽ എല്ലാം കോപ്പി ആയിപ്പെടും. എന്തായാലും ഞാൻ കൺട്രോൾ സി പ്രസ് ചെയ്തു. എന്നിട്ട് കൺട്രോൾ വി എവിടെയാണോ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത് കൺട്രോൾ വി. ക്യാൻ സി ഞാൻ ആ സെലക്ട് ചെയ്ത വേർഡ്സ് മാത്രമാണ് കോപ്പി ചെയ്ത് വന്നിരിക്കുന്നത്. ടോപ്പിക്, സിമിലർ, തിസിസ്, പാരാഗ്രാഫ്സ്, ആ വേർഡ്സ് മാത്രമല്ല ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. സോ കൺട്രോൾ എന്ന് പറയുന്ന കീ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ സെലക്ഷൻസ് ചെയ്യുക. ഒന്നും കൂടി പറഞ്ഞുതരാം. സോ ഞാൻ ഒന്നും കൂടി ചെയ്യണേ. സോ ഏതാണോ എനിക്ക് സെലക്ട് ചെയ്യണം, ഏതെങ്കിലും വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ മെയിൻ എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ ലെറ്റ് മീ സേ ഈ ഒരു പാരാഗ്രാഫ് വേറാസ് ദിസ് ഇസ് ദ മെയിൻ പോയിന്റ് ഓഫ് ദി എസ്സേ, ദ ടോപ്പിക് സെൻറ്റൻസ് ഇസ് ദ മെയിൻ, അത് ഞാൻ മുഴുവനായിട്ട് സെലക്ട് ചെയ്യണേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണം അല്ലേ, 1 2 3 ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് തരാം. എനിക്ക് മുഴുവനായിട്ട് സെൻറ്റൻസ് കിട്ടി. ഇനി എനിക്ക് ആ സെൻറ്റൻസ് മാത്രമല്ല ഈ ലാസ്റ്റത്തെ സെൻറ്റൻസും കൂടി എനിക്ക് സെലക്ട് ചെയ്ത് വരണമെന്ന് വെച്ചോ. സോ ഐ ജസ്റ്റ് പ്രസ് കൺട്രോൾ കീ. എന്നിട്ട് ലാസ്റ്റത്തെ ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസാണ് എനിക്ക് എടുക്കുന്നത്. ഈ സെൻറ്റൻസ് അല്ല, ഈ സെൻറ്റൻസ് ഇൻ പെർട്ടിക്കുലർ. സോ അവിടെ പോയിട്ട് ഞാൻ വീണ്ടും 1 2 3 കണ്ടോ, 2 സെൻറ്റൻസ് എനിക്ക് കോപ്പി ചെയ്ത് കിട്ടി. ഇനി ഞാൻ അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് റിലീസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഐ ആം ഗോയിങ് ടു ഗിവ് ദ കീ കോമ്പിനേഷൻ കൺട്രോൾ സി ഫോർ കോപ്പിയിങ് ദി സെലക്റ്റഡ് കണ്ടൻറ്റ്. കൺട്രോൾ സി എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പി എന്ന് പറയുന്ന ഈ മെനു ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക്, നമ്മളെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കിട്ടുന്ന മെനു ഉണ്ടാകുന്ന കോപ്പി എന്ന് പറയുന്ന മെനു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടും കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് ഈസി മെത്തഡാണ് കൺട്രോൾ സി. ഞാനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ കണ്ടു ആ രണ്ട് സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ കോപ്പി ചെയ്തു അല്ലേ, ഒരുമിച്ച് കോപ്പി ചെയ്തു. 2 സെൻറ്റൻസ് ഒരുമിച്ച് കോപ്പി ചെയ്തു. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്തു, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തല്ലോ, റൈറ്റ്. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് സെലക്ഷൻ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്ന് എവിടെയാണോ സെലക്ഷൻ നിർത്തുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബട്ടൺ റിലീസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് സെലക്ഷൻ പോസിബിളാണ്. അതിന് പകരം വേറൊരു മെത്തേഡ് ഉണ്ട്, യു ക്യാൻ യൂസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം എവിടെയാണോ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് കേഴ്സർ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് യു ക്യാൻ യൂസ് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ഒരു മിനിറ്റ്. ഓക്കെ, സോ കണ്ടിന്യൂസ് സെലക്ഷൻ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം എവിടെയാണോ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് കേഴ്സർ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഷിഫ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ നമ്മളെ ഇതിൻ്റെ മുകളിൽ, കീബോർഡിൻ്റെ മുകളിൽ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, സെലക്ഷൻ എൻഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്ന ബ്രോഡർ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് സെൻറ്റൻസിൽ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് അത് വന്നില്ലല്ലോ. സോ 1 മിനിറ്റ് ഒന്നും കൂടി. പറയുകയാണേ. സോ ആദ്യം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പിടിക്കണം എന്ന് വെച്ചാൽ അവിടെ അമർത്തി പിടിക്കണം ഷിഫ്റ്റ്.
എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് സെലക്ഷൻ തീരേണ്ടത്, സെലക്ഷൻ എൻഡ് ചെയ്യേണ്ടത്, ആ പ്ലേസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ ബ്രോഡർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുണ്ട്, ഈ അവസാനത്തെ സെൻറ്റൻസ് ഉണ്ട്, അവിടെയാണ് എനിക്ക് അതുവരെ എനിക്ക് സെലക്ഷൻ വേണം. സോ അവിടെ പോയി ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോണേ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്യാണ്. സോ യു ക്യാൻ സി ആ മൊത്തം പാരഗ്രാഫ് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടി. ഒന്നും കൂടി ഞാൻ പറയാം. സോ എവിടെ നിന്നാണോ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് പാരാഗ്രാഫിൻ്റെ തൊട്ട് മുന്നേ അവിടെയാണ് എനിക്ക് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ എവിടെയാണോ എനിക്ക് സെലക്ഷൻ തീരേണ്ടത്, നിർത്തേണ്ടത്, അവിടെ പോയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് ഇനി വേണമെങ്കിൽ ഈ പാരഗ്രാഫ് നോക്കാം. ടോപ്പിക് ഈ ടോപ്പിക്കിന് തൊട്ട് മുന്നേ ഞാൻ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വെച്ചു. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഈ ലാസ്റ്റത്തെ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ കൊണ്ടിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് ആ ഫുൾ സ്റ്റോപ്പിന് തൊട്ട് ശേഷം ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. സോ ആ മൊത്തം പാരഗ്രാഫ് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടി. ഓക്കെ, സോ അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് സെലക്ഷൻ പോസിബിളായി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് സേസ്. കണ്ടിന്യൂസ് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദെൻ ഹോൾഡ് ഷിഫ്റ്റ് ആൻഡ് ക്ലിക്ക് ടു ദി എൻഡ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഓക്കെ, എന്നാലേ കണ്ടിന്യൂസ് സെലക്ഷൻ പോസിബിൾ. ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കണം. ഇനി നമുക്ക് മൊത്തമായിട്ടൊരു ഡോക്യുമെൻറ്റ് മൊത്തമായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കത് ഇച്ചിരി സ്ട്രെയിനാണ് വലിയ ഡോക്യുമെൻ്റ് ആണെങ്കിൽ. സോ ജസ്റ്റ് ഒരു കൺട്രോൾ എ എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊത്തം ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ എ കണ്ടോ, കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്തേ ഉള്ളൂ. കൺട്രോൾ കീയും എ എന്ന് പറഞ്ഞ കീയും രണ്ടും ഒരുമിച്ച് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു. പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മൊത്തം ഡോക്യുമെൻറ്റ് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ടെക്സ്റ്റ്. അതിന് വേണ്ടിയിട്ട് എല്ലാ ടെക്സ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ് അതുള്ള മൊത്തമായിട്ട് എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യണേ Ctrl+A. ഇനി കട്ട് കോപ്പി പേസ്റ്റ് ഞാൻ പറഞ്ഞു. യു ക്യാൻ യൂസ് ബട്ടൺസ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, കീബോർഡ് ഷോർട്ട് കട്ട്സ് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+X, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C, പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+V. ഇത് മൂന്നും നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പേസ്റ്റ് അൺഫോർമാറ്റഡ് Ctrl+Shift+V എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇത് മൂന്നും നോക്കി. ഓക്കെ, Ctrl+X ഫോർ കട്ടിങ്, Ctrl+C ഫോർ കോപ്പിങ്, Ctrl+V ഫോർ പേസ്റ്റ്. ഓക്കെ, സോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് എനിക്ക് കോപ്പി ചെയ്യണം എന്ന് വിചാരിച്ചു. ഈ സെലക്ട് ചെയ്തതിന് ശേഷമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തും സെലക്ട് ചെയ്തതിന് ശേഷമേ കട്ടോ കോപ്പിയോ ചെയ്യാൻ പറ്റുള്ളൂ. സോ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ Ctrl+X വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ കട്ട് ചെയ്ത് അബദ്ധമായി പോയി എന്ന് തോന്നിയാണെങ്കിൽ Ctrl+Z വെച്ച് Ctrl+Z അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ അണ്ട് ബട്ടൺ. ഓക്കെ, സോ Ctrl+Z വെച്ചിട്ട് ഞാനത് തിരിച്ചു കൊണ്ടുവന്നു. ഇനി Ctrl+C ചെയ്താൽ മതി, എനിക്ക് കോപ്പി ചെയ്താൽ മതി. കട്ട് ചെയ്യേണ്ടതെങ്കിൽ Ctrl+C അന്നേരം അവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ദെൻ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. Ctrl+V യൂസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. കട്ട് കോപ്പി പേസ്റ്റ്. പിന്നെ അണ്ടു റീഡു ഞാൻ പറഞ്ഞു ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ ബട്ടൺ സോ ഇപ്പം ഞാൻ ചെയ്ത ഐ ഹാവ് ക്രിയേറ്റഡ് this document today. ഓക്കെ, എന്നിട്ട് ഞാൻ അണ്ടു കൊടുക്കുകയാണേ. നമുക്ക് നോക്കിക്കോളാം അണ്ടു വർക്ക് ചെയ്യുന്നത്. അണ്ടു ഉണ്ടോ, എന്തൊക്കെ ആക്ഷൻസ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടോ. ടൈപ്പിംഗ് DY, ഡിലീറ്റഡ് FI, 2FI, ഇങ്ങനെ നോക്ക് ഉണ്ടോ. അങ്ങനെ മെല്ലനെ എല്ലാം അങ്ങനെ അണ്ടു ചെയ്ത് വരും. അങ്ങനെ എന്തൊക്കെ അണ്ടു ചെയ്യാം അതൊക്കെ കാണിക്കണ്ട. ഓരോ ആക്ഷൻസും അത് ഓർത്ത് വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓരോ ആക്ഷനുമാണ് അണ്ടു ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ഓരോ ആക്ഷനുമാണ് അണ്ടു ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ റീഡുവും അങ്ങനെ തന്നെ.
ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്താൽ ഓരോ ആക്ഷൻസും ആണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ റീഡു ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത് തിരിച്ച് വരികയാണ്. ഉണ്ടോ, റീഡു ചെയ്യുമ്പോൾ ഞാനത് അൺഡു ചെയ്തത് എനിക്ക് വീണ്ടും അൺഡു ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയതാണെങ്കിൽ വീണ്ടും റീഡു ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് റീഡു ബട്ടൺ യൂസ് ചെയ്യാം. വീണ്ടും അൺഡു ചെയ്യാം. ചെയ്തൊക്കെ ആ മൊത്തം സെൻറ്റൻസും അവിടെ നിന്ന് പോയി. പക്ഷെ അത് വീണ്ടും റീഡു ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ പച്ച കളറുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, കഴിഞ്ഞു. അങ്ങനെ ഓക്കെ. സോ അത്യാവശ്യം ഇന്നത്തേക്കുള്ളതായി. പിന്നെ ഇവിടെ നമ്മൾ ഈ കൺട്രോൾ എക്സ് ഫോർ കട്ടിങ്, കൺട്രോൾ സി ഫോർ കോപ്പിങ്, കൺട്രോൾ വി ഫോർ പേസ്റ്റിംഗ്. ഇവിടെ പേസ്റ്റ് അൺഫോർമാറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ദറ്റ് വി ക്യാൻ യൂസ് ദ കീ കോമ്പിനേഷൻസ് കൺട്രോൾ കീ, ഷിഫ്റ്റ് കീ പ്ലസ് വി എന്ന് പറയുന്ന കീ. ഈ 3 കീസും യൂസ് ചെയ്തിട്ട് അൺഫോർമാറ്റഡ് പേസ്റ്റിംഗ് ചെയ്യാന്ന് പറയുന്നത്. എന്ത് ഈ അൺഫോർമാറ്റഡ് പേസ്റ്റിംഗ്? ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും കോപ്പി ചെയ്യുമ്പം ഏതെങ്കിലും ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുമ്പം ആ സോഴ്സിൽ എന്താണോ ഫോർമാറ്റിംഗ് ഉള്ളത് അത് അതേപടി നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിലും കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഇറ്റാലിക്സിൽ ഡെവലപ്പ് എന്ന് പറഞ്ഞ ഇറ്റാലിക്സിലുണ്ട്. പിന്നെ ഇത് മൊത്തമായിട്ട് ബോൾഡിലാണ് ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് കൺട്രോൾ സി വെച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് കൺട്രോൾ സി വെച്ച് കോപ്പി ചെയ്യാം കേട്ടോ. ഈ ബ്രൗസറിൽ നിന്നും കൺട്രോൾ സി വെച്ച് കോപ്പി ചെയ്യാം. അങ്ങനെ കോപ്പി ചെയ്ത് ഞാനിവിടെ ഐ എം ഗോയിങ് ടു പേസ്റ്റ് ഇറ്റ്. കൺട്രോൾ വി വെച്ച് പേസ്റ്റ് ചെയ്യാണ്. യു ക്യാൻ സി കൺട്രോൾ വി വെച്ച് ഞാൻ പേസ്റ്റ് ചെയ്യുമ്പം അവിടെയുള്ള അതേ ഫോമാറ്റിംഗ് തന്നെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബോൾഡിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡെവലപ്പ് എന്ന് പറയുന്നത് ഇറ്റാലിക്സിലാണ് ഉള്ളത്. അതെനിക്ക് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ആ ഫോമാറ്റിംഗ് ഒഴിവാക്കണം എന്ന് വിചാരിച്ചോളൂ, അൺഫോമാറ്റ് ചെയ്തിട്ട് കിട്ടണം എന്ന് വിചാരിച്ചോളൂ. ഈ ടെക്സ്റ്റ് അൺഫോമാറ്റിംഗ് അവിടെ ഒറിജിനൽ സോഴ്സിലുള്ള ആ ഫോമാറ്റിംഗ് എനിക്ക് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ എനിക്ക് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കിട്ടണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് ഈ പറഞ്ഞ കൺട്രോൾ ഷിഫ്റ്റ് വി കോമ്പിനേഷൻ യൂസ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. കൺട്രോൾ ഷിഫ്റ്റ് വി. സോ ഇവിടെ ചോദിക്കുന്നുണ്ടോ അൺഫോമാറ്റഡ് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യണോ വേണ്ടേയും ചോദിക്കുന്നുണ്ടോ? അന്നേരം ഞാനത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തരാം. കണ്ടോ, അവിടെയുള്ള ഫോമാറ്റിംഗ് ഇവിടെ കാണുന്നില്ല. ബിക്കോസ് ആ ഫോമാറ്റിംഗ് അൺഫോമാറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒന്നുകൂടി കാണിക്കാം. കൺട്രോൾ ഷിഫ്റ്റ് വി. സോ ഇവിടെ ചോദിക്കും, പേസ്റ്റ് സ്പെഷ്യലാണ് ആക്ച്വലി. കൺട്രോൾസ് അൺഫോമാറ്റഡ് പേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പേസ്റ്റിംഗ് ആണത്. ഓക്കെ, അന്നേരം നമുക്ക് ഒറിജിനൽ സോഴ്സിലുള്ള ഫോമാറ്റിംഗ് നമുക്ക് അവൈലബിൾ ആവില്ല. ഓക്കെ, അൺഫോമാറ്റഡ് ആയിട്ടാണ് വരിക. സോ അത് സെലക്ട് ചെയ്യുക, അൺഫോമാറ്റഡ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അത് നമുക്ക് ആ ഫോമാറ്റിംഗ് ഇല്ലാതെ കിട്ടും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. യു ക്യാൻ ഗോ ത്രൂ ദിസ് വീഡിയോ ഇഫ് യു പോസിബിൾ. യു ക്യാൻ ഡു ഇറ്റ് ഇൻ ഗൂഗിൾ ഡോക്സിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അതർവൈസ് ക്ലോസ്ലി view the video and study the comments.